അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ നബിയ്യിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും വഇയ്യായ സാനിയം തഖ്വ വിശ്വാസം ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുക. റമദാൻ നന്മകൾ ചെയ്യാനുള്ള വലിയൊരു അവസരമാണ് നമുക്ക് അല്ലാഹു തആല നൽകുന്നത്. പാപങ്ങൾ പുറത്തുകൊണ്ട് നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അതിനെന്തൊക്കെ അവസരങ്ങളുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഭക്ഷണവുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ഇബാദത്താണ്. ഭക്ഷണവുമായുള്ള ബന്ധത്തെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന ഇബാദത്തിനെ ഭക്ഷണവുമായി കൂടി കുഴച്ചുകൊണ്ട് അതിനെ ആ നിലക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. ഈ ഇഫ്താറുകളൊക്കെ പലതരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇഫ്താറുകൾ ഒരു ആരാധന എന്നതിൽ നിന്ന് അതൊക്കെ ഒരു ആഭാസങ്ങളായി ആഘോഷങ്ങളായി വഴിമാറുന്ന തരത്തിലേക്ക് അതൊക്കെ മാറി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ദിവസത്തെ നോമ്പിലെ ഏറ്റവും പീക്കായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് ഇന്നല്ലാഹ ഇൻദഹു കുല്ലു ഫത്ൻ, എല്ലാ നോമ്പ് തുറക്കുന്ന സമയമാണ് അതിന് ഏറ്റവും ധന്യമായ പുണ്യം നിറഞ്ഞ മുഹൂർത്തം. ആ സമയത്തുള്ള പ്രാർത്ഥന, ആ സമയത്ത് എന്താ നടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നരകത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മോചിപ്പിക്കുന്ന സമയം. വദാലിക ഫി കുല്ലി ലൈല, എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും ഇതുണ്ടാകുന്നു. ഒരു നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു അവസരമുണ്ട്, പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം. ഉത്തരം നൽകപ്പെടാതിരിക്കുകയില്ല എന്നാണ് പടച്ചതമ്പുരാൻ നമുക്ക് നൽകുന്ന ഉറപ്പ്. പക്ഷെ ആ നോമ്പ് തുറക്കുന്ന നേരത്തുള്ള നമ്മളുടെ സാഹസങ്ങൾ എന്താണ്? ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ 10 മിനിറ്റിന്റെ ഉള്ളിൽ 10 കഷ്ണം ബത്തക്ക പൊരിക്കാൻ, 10 സമൂസ എങ്ങനെ പൊരിച്ചെടുക്കാം എന്നതിനെ കുറിച്ച് ആലോചിക്കാം. തനിക്കുള്ള പാത്രത്തിൽ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടില്ലേ എന്ന ചിന്തയും ആദ്യം. ഒരു 10 മിനിറ്റ് മുമ്പ് ഈ വിഭവങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി, അഥവാ പടച്ചതമ്പുരാൻ പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്തേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഫ്രീ ആക്കിയിടാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? ജയിലിലകപ്പെട്ട ജയിലിലകപ്പെട്ട കുറ്റവാളികളോട് രാജ്യം പറയാണ്, രാജ്യത്തെ പരമാധികാരി പറയാണ്, നിങ്ങൾ 6:35 ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഹാജരായി കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ നിശബ്ദരായിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ അച്ചടക്കമൊക്കെ പാലിച്ചു ഇവിടെ വരികയായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ജയിലിൽ നിന്ന് വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോ 6:35 വൈകുന്നേരം തനിക്ക് കിട്ടുന്ന ഒരു ചായയും പരിപ്പോടെയും കഴിച്ചിട്ടാകാം എന്ന് ചിന്തിക്കുന്ന ഒരാളിന്റെ അവസ്ഥ ആലോചിച്ചു. നിങ്ങൾ ഒരു കാരക്കയും അല്പം വെള്ളവും മതി ഒരു സത്യവിശ്വാസിക്ക് നോമ്പ് തുറക്കാൻ എന്ന് പറയുന്നത് എന്തോ ഇതൊന്നും കാലത്തിന് യോജിച്ചതല്ല എന്ന തരത്തിലൊക്കെ ആയി തീർന്നിട്ടുണ്ട്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്നു എന്ന തരത്തിലേക്ക് ആയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ഒരു കാരക്കും ഒരു വെള്ളവും നോമ്പ് തുറന്നു, അത്രയും ലളിതമായ ഒന്ന്. അഥവാ ആ സമയത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ട് റമദാനിലെ എല്ലാത്തിലും ഒരു പരിമിതിയും നിശ്ചയിക്കണം. നമ്മുടെ ജോലിയുടെ സമയം വെട്ടി കുറക്കുക, നമ്മുടെ സ്റ്റാഫുകൾക്കുള്ള ജോലിയുടെ സമയത്തിന്റെ പ്രയാസങ്ങൾ അത് കുറച്ചു കൊടുക്കുക. റമദാനിൽ ചിലപ്പോൾ കച്ചവടം കൂടുന്ന കച്ചവടക്കാരുണ്ടാവും, ഒന്ന് അതിലൊക്കെ ഒരു ആയാസം കൊടുക്കുക. എല്ലാ സ്റ്റാഫുകൾക്കും ജമാഅത്തിലും ജുമയിലൊക്കെ കൃത്യസമയത്ത് പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ അവർക്ക് നൽകുക. നമ്മൾ ഒരു ജമാഅത്തും ഒരു നമസ്കാരവും വിട്ടുപോകാത്ത തരത്തിൽ ജാഗ്രതയോടുകൂടി നിൽക്കാൻ നമുക്ക് കഴിയാം. വിശേഷിച്ച് സ്ത്രീകളായ നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന റമദാനായി കഴിഞ്ഞ സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ പേടി. കാരണം ഇപ്പൊ നമ്മള് ഉച്ചക്ക് എവിടെയെങ്കിലും ഒരു പരിപാടി ഉണ്ട് എന്നെങ്ങാൻ നമ്മൾ ഫോണിൽ ആരോടെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ഉച്ചക്ക് ചോദിക്കുന്നുണ്ടാവില്ല എന്ന് ചോദിക്കും. എന്തിനാ? കുടുംബനാഥന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ രാവിലത്തെ കറി കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഭക്ഷണം കഴിച്ചുകൊള്ളും അവര്. നമ്മൾ കുടുംബനാഥന്മാർക്കും വേണ്ടി അത്രമാത്രം ത്യാഗവും പ്രയാസവും അനുഭവിക്കുന്നവരാണ്.
കുറച്ച് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവരെയും നോമ്പ് തുറക്കുന്ന ബാങ്ക് കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് അവരെയും ശാന്തരായിക്കൊണ്ട് ഇരുന്ന് ദുആ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പ് തുറക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. എല്ലാത്തിലും ലിമിറ്റും പരിധിയും ഉണ്ടാവുക എന്നുള്ളത് അവരോട് നമ്മൾ കുറച്ചൊക്കെ കരുണ കാണിക്കണം എന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാൻ വന്നതിന് മുമ്പ് ശാരീരികമായി, മാനസികമായി, കുടുംബപരമായി, സാമ്പത്തികമായി എല്ലാം തന്നെ റമദാനിനെ വരവേൽക്കാനും റമദാനിനെ ആചരിക്കാനും പരിപൂർണമായ അർത്ഥത്തിൽ റമദാനിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലെ മുഴുവൻ നോമ്പുകളും ഈമാനോടെ ഇഹ്തിസാബോടെ നോറ്റുവിട്ടാനുള്ള ആരോഗ്യം, അതിനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നോമ്പ് കാലത്ത് വലിയ ശാരീരിക പ്രശ്നങ്ങൾ കാരണമായി കൊണ്ട് ചികിത്സയിലും ഹോസ്പിറ്റലിലുമായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ലോകത്തിന്റെ നാനാഭാഗ മുസ്ലിമീകളായ ആളുകൾ ടെന്റുകളിലും അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലുമായി കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ടവരുണ്ടായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ത്യാഗം ചെയ്ത് സഹനത്തോടുകൂടി അല്ലാഹുവിന്റെ വചനത്തിനു വേണ്ടി മാത്രം ഇബാദത്തുകൾ നിർവഹിക്കുവാനുള്ള ആഫിയത്ത് അല്ലാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവില്ലായ്മകളും സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങൾ കൊണ്ട് നമ്മളിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും പിഴവുകളും അബദ്ധങ്ങളും അപാകതകളും അല്ലാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തീരുമാനം. ജീവിതത്തിൽ എപ്പോഴും ഈമാനും തഖ്വയും വിശുദ്ധിയും സത്യസന്ധതയും മുറുകെ പിടിച്ചു ജീവിക്കുന്ന ഏറ്റവും ഉത്തമരായ മുഅ്മിനീങ്ങളിൽ മുത്തഖികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ വളർത്തി വലുതാക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതാന്ത്യം വഴി അവരുടെ ജീവിതാന്ത്യം വഴി അവരെയും തിരിച്ച് സ്നേഹിക്കാനും പരിപാലിക്കാനും പരിചരിക്കുവാനുമുള്ള ആയുരാരോഗ്യവും സമ്പത്തും അല്ലാഹു പ്രദാനം ചെയ്യുവാനാണ്. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യം, സമ്പത്ത് റമദാനിലെ എല്ലാ ദിവസവും നമ്മൾ ഫർള് നമസ്കരിക്കുന്നത് പോലെ ജമാഅത്ത് നമസ്കരിക്കാനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാ ദിവസവും പാവങ്ങളെ സഹായിക്കാൻ, എല്ലാ ദിവസവും പാവങ്ങളെ നോമ്പ് തുറപ്പിക്കാൻ, എല്ലാ ദിവസവും സ്വതക്ക നൽകുവാനും ഒക്കെയുള്ള വിശാല മനസ്സിൽ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ നമ്മളോട് വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വന്നിരുന്ന നമ്മുടെ വീരാൻ സാഹിബ്, അദ്ദേഹം കൂടുതൽ ശാരീരികമായ അവശത കാരണമായിക്കൊണ്ട് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന പരിശുദ്ധമായ നാളുകളിൽ അതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് പരിശുദ്ധ റമദാനിൽ നമ്മളോടൊപ്പം ചേരാനുള്ള ആഫിയത്ത് അല്ലാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اغفر لنا ولاخواننا الذين سبقونا بالايمان فلا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا تقبل منا دعاءنا وصيامنا وصلاتنا وزكاتنا وصالح اعمال كلنا يا رب العالمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.